ഗംഗേ, എന്തു പറ്റി? അയ്യോ, നല്ല പനിയുണ്ടല്ലോ. ഞാനിപ്പോ തന്നെ ഡോക്ടറെ വിളിക്കാം. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ് ഡോക്ടർ. ഗംഗയ്ക്ക് വല്ലാത്ത ഫീവർ. വീട്ടിലേക്കൊന്ന് വന്നിട്ട് പോകാൻ പറ്റുമോ? ഞാനിപ്പോ എന്റെ നാട്ടിൽ വന്നേക്ക്. നിങ്ങൾ പേടിക്കണ്ട. ഞാൻ മുമ്പ് തന്നിട്ടുള്ള ഫീവറിന് എന്തെങ്കിലും ടാബ്ലറ്റ് കൊടുത്താൽ മതി. ഉറങ്ങി അടിക്കുമ്പോ ഒക്കെ ശരിയാവും. എന്നിട്ട് ശരിയായില്ലെങ്കിൽ 11 മണിക്ക് ഹോസ്പിറ്റലിലേക്ക് വന്നോളൂ. ആ ശരി ഡോക്ടർ. ഓക്കെ, ബൈ. എന്തു പറ്റി ഗംഗേ? അത് കാലിൽ മുള്ളു കുത്തിയതാ. 2 കാലിലും മുറിവുണ്ടല്ലോ. മുള്ളു കൊണ്ടാൽ ഇങ്ങനെയാണോ? അല്ല, നീ എന്നോട് കള്ളം പറയാ. എന്തോ പ്രാർത്ഥന ചെയ്തോണ്ടല്ലോ ഇങ്ങനെ. നന്ദിനി കൊല്ലാനാണെന്നും പറഞ്ഞ് നീ നിന്നെ തന്നെ നശിപ്പിച്ചോണ്ടിരിക്കുക. ദയവായി നീ ഇങ്ങനെയുള്ള ഭ്രാന്തികളൊന്നും കാണിക്കരുത്. പെട്ടെന്ന് ഇങ്ങനെ ഫീവർ വരാനുള്ള റീസൺ കാലിലുണ്ടായ മുറിവ് തന്നെ ആയിരിക്കും. എത്ര പ്രാവശ്യം പറഞ്ഞാലും നീ കേൾക്കില്ലല്ലോ. ദായി ടാബ്ലറ്റ് കഴിക്ക. ഞാനിപ്പോ വെള്ളം എടുത്തോണ്ട് വരാം. ഒന്നുമില്ലടാ. ഇത് നല്ല ശക്തിയുള്ള ഓയിൻമെന്റ്. രാവിലെ ആകുമ്പോഴത്തേക്ക് ശരിയാവും. നീ കൂടുതലൊന്നും ആലോചിക്കാതെ സമാധാനമായിട്ട് ഉറങ്ങാൻ നോക്ക്. നീ കിടക്ക്. സാരില്ലേട്ടാ, വേണ്ട. വേദന കൊണ്ട് തന്നെ കുറക്കം വരില്ല. ഞാൻ കാല് തടവി തരാം. നീ ഉറങ്ങിക്കോ. ഉറങ്ങിക്കോ. ഹലോ, ആ പറഞ്ഞോ. എനിക്ക് കാരണം അറിയണ്ട. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. വേഗം ബോർഡ് മീറ്റിംഗിന് ഏർപ്പാട് ചെയ്യുക. ഞാനിത് ഓഫീസിലേക്ക് വരിക. താനെന്ത് പതുക്കെയായി പോന്നേ? ഇവിടുത്തെ റൂട്ടിൽ കൂടി ഇതിനേക്കാൾ സ്പീഡിൽ പോകാൻ പറ്റില്ല മാഡം. ഇനി ഒരു 2 കിലോമീറ്ററും കൂടി പോയാൽ മതി. 5 മിനിറ്റിനുള്ളിൽ നമ്മളവിടെ എത്തും. ഓ, അദ്ദേഹം പുറത്തെവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അദ്ദേഹത്തെ കണ്ടേ മതിയാവും.
ശരിക്കും ഇത് നല്ല ട്രാഫിക്കുള്ള റോഡാണ്. എന്തോ ഭാഗ്യത്തിനിന്ന് തിരക്കൊന്നുമില്ല. മാഡം വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. വിചാരിച്ച ആൾ എന്തായാലും കാണാൻ പറ്റും മാഡത്തിന്. അരുൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസില് എന്റെ അച്ഛൻ MD ആയിരുന്നപ്പോ നമ്പർ 1 പൊസിഷനായിരുന്നു. ഇപ്പൊ ആ സ്ഥാനം നമുക്ക് നഷ്ടപ്പെട്ടു. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഈ വീഴ്ചയ്ക്കുള്ള കാരണം എന്താണെന്ന് എനിക്കറിയണം. നമ്മുടെ കമ്പനിയുടെ ഷെയർസിൽ 50% ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. ഈ അടുത്ത കാലത്ത് നമ്മുടെ മാർക്കറ്റ് ഷെയർ വാല്യൂ കുറഞ്ഞതുകൊണ്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഒറ്റയടിക്ക് അങ്ങ് വിഡ്രോ ചെയ്തു. സാർ, അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ കാരണം കൊണ്ടാണ് നമുക്ക് 1ാം സ്ഥാനം നഷ്ടപ്പെട്ടത്. നമുക്കത് എങ്ങനെ മാറ്റിയെടുക്കാം? സാർ, മാർക്കറ്റിംഗ് ഫീൽഡിൽ മാൻ പവർ സപ്ലൈ കുറച്ച് അധികമാക്കിയ ബിസിനസ് കോമ്പറ്റീഷൻ ഓവർടേക്ക് ചെയ്ത് പഴയ പൊസിഷനിൽ നമുക്ക് എത്താം. മാർക്കറ്റിംഗ് സൈഡില് എന്റെ അച്ഛൻ 30% മാൻ പവർ വെച്ചോണ്ടാ നമ്പർ 1 പൊസിഷൻ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഞാൻ മാർക്കറ്റിംഗ് സൈഡില് ഇപ്പൊ 50% മാൻ പവറാ സപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എങ്ങനെ കൂട്ടാൻ പറ്റുന്ന? സാർ, അപ്പോഴുണ്ടായിരുന്ന സാഹചര്യം വേറെ, ഇപ്പോഴത്തെ സാഹചര്യം വേറെ. നമ്മുടെ കൈവിട്ടു പോയ ബിസിനസ് റീഗെയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് സൈഡ് സ്ട്രോങ് ആക്കുക എന്നുള്ള ഒരൊറ്റ വഴിയുള്ളൂ. ഇതൊരിക്കലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. കാരണം അരുൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇന്നും ഒന്നിലെ പൊട്ടിമുളച്ചതല്ല. ഏകദേശം 20 വർഷത്തോളമായി ഗുഡ്വില്ലുള്ള കമ്പനിയായത്. അങ്ങനെയുള്ള കമ്പനിയുടെ ബിസിനസ് ക്രാഷ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ട് എന്തോ ഡിസ്പ്യൂട്ട് ഉണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. ഡ്രൈവർ, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും, ഞാനിപ്പോ വരാം. ശരി മാഡം. എക്സ്ക്യൂസ് മീ. യെസ് മാം. ഈ കമ്പനിയുടെ MD ഒന്ന് കാണണമായിരുന്നു. സോറി മാഡം, ആരാണെന്നൊന്ന് പറയാവോ? ഞാൻ അദ്ദേഹത്തിന്റെ ഒരു അകന്ന ബന്ധുവാ. അരുൺ സാർ ഇപ്പോൾ ബോർഡ് മീറ്റിംഗിലാണുള്ളത്. മാഡം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാവോ? ഞാൻ അരുൺ മോനെ കാണാനല്ല വന്നത്, അവന്റെ അച്ഛനെ കാണാൻ വന്നതാ. അദ്ദേഹത്തിന് ഒരുപാട് വേണ്ടപ്പെട്ട ഒരാള് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി. അരുണിന്റെ അച്ഛൻ ഓടി വരും. അല്ല മാഡം, നിങ്ങൾ കാര്യം അറിയാതെ ഇപ്പൊ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. രാജശേഖരൻ സാറ് ഇപ്പൊ ജീവനോടെ ഇല്ല. 1 മാസം മുമ്പാണ് അദ്ദേഹം മരിച്ചത്. മാഡം, സാറിന്റെ ബന്ധുവാണെന്ന് പറഞ്ഞിട്ട് സാറ് മരിച്ചതുപോലെ അറിഞ്ഞില്ലെന്ന് വെച്ചാ മാഡം പ്ലീസ് നിങ്ങൾ കരയരുത്. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പോയില്ലേ. അരുൺ സാർ ഇപ്പം മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരും. അതുവരെ മാഡം ഒന്ന് വെയിറ്റ് ചെയ്യും. മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ മാഡം വന്ന കാര്യം ഞാൻ പറയാം. വേണ്ട, ഞാൻ വന്ന കാര്യം അരുൺ മോൻ അറിയണ്ട. പോവാ. സാർ ഇപ്പൊ കോൺഫറൻസിലാണ് ഉള്ളത്. വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ഓക്കെ സാർ.
1 minute. എനിക്ക് നിങ്ങൾ പറയുന്ന ഒരു റീസണും അംഗീകരിക്കാനാവില്ല. ബിസിനസ് ഡൗൺ ആയതിന് സ്റ്റാറ്റിസ്റ്റിക് സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞതെന്ന് അറിഞ്ഞിട്ട് മാത്രമേ നമുക്കൊരു തീരുമാനം എടുക്കാനാവൂ. കമ്പനിയുടെ റിസർച്ച് ടീമിനെ ഇൻഫോം ചെയ്തിട്ട് 2 ദിവസത്തിനുള്ളിൽ സ്റ്റാറ്റിസ്റ്റിക് സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ. എന്നിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. ബൈ. ഗുഡ് ഈവനിങ് സർ. ഓഡിറ്ററിന്റെ ഓഫീസിൽ നിന്ന് ആരെങ്കിലും വന്നിരുന്നു? ഇല്ല സർ, ആരും വന്നിട്ടില്ല. പക്ഷെ ഒരു സ്ത്രീ വന്നിരുന്നു. അകന്ന ബന്ധുവാണെന്നാ പറഞ്ഞേ. അകന്ന ബന്ധുവോ? അതെ സർ. രാജശേഖരൻ സാറിനെ കാണണമെന്നും പറഞ്ഞാ വന്നത്. സാറ് മരിച്ചുപോയ വിവരം പറഞ്ഞപ്പോ കരഞ്ഞുകൊണ്ട് അവർ ഇറങ്ങിപ്പോയി. അവരാരാണെന്നോ എവിടെ നടന്നു പറഞ്ഞിരുന്നോ? ചോദിക്കും മുമ്പ് അവർ പൊയ്ക്കളഞ്ഞു. എപ്പോഴാ പോയത്? ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ സർ. ശരി, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ കഴിഞ്ഞ മാസത്തെ സ്റ്റേറ്റ്മെന്റ് ശരി സർ, ഇപ്പൊ റിപ്പോർട്ട് എടുക്കാം. അച്ഛന്റെ അകന്ന ബന്ധു എന്ന് പറയുമ്പോൾ ആരായിരിക്കും അത്? സർ. അച്ഛനെ കാണാൻ ഒരു സ്ത്രീ വന്നു എന്ന് പറഞ്ഞല്ലോ. അതെ സർ. അവരാരാന്ന് കാണണം. CCTV ഫുട്ടേജ് ഒന്ന് കാണിച്ചു. സർ. ഇവരാണ് സർ. ഒന്ന് ഫോർവേഡ് ചെയ്തേ. ഒന്ന് ക്ലോസിലിട്ടെ. ഇവരാണോ അകന്ന ബന്ധു എന്ന് പറഞ്ഞേ? അതെ സർ. ഇതവർ ഓഫീസിൽ നിന്ന് പോകുമ്പോൾ ഉള്ളതാണ്. ഫോട്ടോ ഒരിക്കലും സൂം ചെയ്തേ. സാറിനെ ഒന്ന് കണ്ടിട്ട് പോയാൽ മതി ഞാൻ പറഞ്ഞതാ. അപ്പോൾ ഒരു വന്ന കാര്യം അറിയേണ്ടത് എന്നോട് പറഞ്ഞു. ഇവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അച്ഛൻ്റെ ബന്ധു എന്ന് പറയുന്നു, പക്ഷെ ഇവരാരാണെന്ന് മനസ്സിലാക്കണം. ഈ ഫോട്ടോയുടെ ഒരു പ്രിന്റ് ഔട്ട് എടുത്തേ. ഓക്കെ സർ. ഗംഗെ, 11 മണിക്ക് ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് വാങ്ങിയിട്ടുണ്ട്. നീ റെഡിയാവും, നമുക്ക് പോയിട്ട് വരാം. എന്തിനാ? ഇന്നലെ രാത്രി അരുണേട്ടന് ഓയിന്റ്മെന്റ് പുരട്ടി തന്നില്ലേ? അതിനുശേഷം വേദനയ്ക്ക് നല്ല വ്യത്യാസമുണ്ട്. ഡോക്ടർ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആയാൽ ഉടനെ ഡോക്ടറെ അടുത്ത് പോകണമെന്ന് പറയും. പക്ഷെ നിനക്ക് എന്തെങ്കിലും വന്നാ അതിട്ട് നീ ശ്രദ്ധിക്കുകയില്ല. പക്ഷെ എനിക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റില്ല. 11 മണിക്ക് നമ്മൾ രണ്ടുപേരും ഹോസ്പിറ്റലിൽ പോകുന്നു. വെറുതെ നീ എക്സ്ക്യൂസ് ഒന്നും പറയണ്ട, വരാൻ നോക്ക്. ശരി, അരുണേട്ടന് വേണ്ടി വരാം. ശരി ഗംഗെ, ഓഡിറ്ററിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം. ഓഡിറ്റർ കാണുന്നതിന് മുമ്പ് വേറെ ഒരു ചെറിയ കാര്യം ഉണ്ടായിരുന്നു. എന്ത്? ദേവസേനയുടെ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പളും മറ്റും നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. നമ്മൾ സ്കൂളിൽ പോയാലും ആ മദറിനെ അത്ര ഈസി ആയിട്ട് കാണാൻ പറ്റില്ല. ഇന്ന് അവർ നമ്മളെ കാണാൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ? അതാണ് ഞാനും ആലോചിക്കുന്നത് അരുണേട്ടാ. ഒരു കാരണമില്ലാതെ സാധാരണ മദർ ആരുടെയും വീട്ടിലേക്ക് പോവാത്തതാ. അവര് വന്നെന്നാ തോന്നുന്നു അരുണേട്ടാ. അകത്തേക്ക് വരൂ. നമസ്കാരം. നമസ്കാരം മദർ. ഇദ്ദേഹമാണ് റെവറൻഡ് ഫാദർ ലെവൽ ബ്രിട്ടോ ഫെർണാണ്ടസ്. നമസ്കാരം മോനെ. ഇദ്ദേഹം
നമ്മുടെ ഇവിടുത്തെ ചങ്ങനാശ്ശേരി രൂപതയിലെ പ്രശസ്തമായ പരിശുദ്ധ തിരുഹൃദയ മാതാ ദേവാലയത്തിലെ പാരിഷ് പ്രീസ്റ്റാണ്. ഇപ്പൊ ഇവിടെയുള്ള സഭാവിശ്വാസികൾക്ക് ക്രൈസ്തവ സന്ദേശം നൽകുന്നതിനായി വന്നിരിക്കുകയാണ്. ഈ പള്ളിയെക്കുറിച്ചും ഫാദറിനെ കുറിച്ചൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു ജീവിതകാലം മുഴുവൻ സഭയ്ക്ക് വേണ്ടിയിട്ടും ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ത്യാഗം ചെയ്ത ഒരുപാട് മഹത്തായ പാരമ്പര്യമൊക്കെയുള്ള ചങ്ങനാശ്ശേരിയിലെ പരിശുദ്ധ തിരുഹൃദയ മാതാവിന്റെ ദേവാലയത്തിൽ നിന്ന് വന്ന നിങ്ങള് ഞങ്ങളുടെ ഈ വീട്ടിൽ കാലുകുത്തിയത് തന്നെ ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. അകത്തേക്ക് വരൂ ഫാദർ. വരൂ. എന്തുണ്ടായി? ഫാദർ, എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? അകത്തേക്ക് വരണം. വാ പോകാം. വരൂ. ഇരിക്കൂ ഫാദർ. ആ ഗംഗെ, കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഞാൻ സാധാരണ പുറത്തുനിന്ന് ഒന്നും കഴിക്കാറില്ല. ഞങ്ങൾ വന്ന കാര്യം സംസാരിക്കാമല്ലോ. ആ ഇരിക്കൂ ഫാദർ. ഇരിക്കും മദർ. മദർ പറഞ്ഞോളൂ. അത് ഞങ്ങളിപ്പോ മദർ, ഞാനൊരു ക്രിസ്ത്യൻ കോൺവെന്റിൽ തന്നെയാണ് പഠിച്ചത്. തിരുസഭയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിച്ച് സന്യാസ ജീവിതം നയിക്കുന്ന നിങ്ങളെ പോലെയുള്ള വിശുദ്ധരായ ആൾക്കാരെ ഞാൻ എപ്പോഴും ബഹുമാനിക്കാറുണ്ട് ഫാദർ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് മടിക്കാതെ പറയാം. നിങ്ങളെപ്പോലെ ക്രിസ്തുവിനോട് അടുപ്പമുള്ള ആളുകൾ ആരംഭിക്കുന്ന എന്ത് കാര്യത്തിനും എത്ര വേണമെങ്കിലും ഡൊണേഷൻ തരാൻ ഞാൻ തയ്യാറാ. ഞങ്ങളിപ്പോൾ ഡൊണേഷൻ്റെ കാര്യം പറയാൻ വന്നതല്ല, നിങ്ങളുടെ മകൾ ദേവസേനയെക്കുറിച്ച് പറയാൻ വന്നതാ. സ്കൂളിൽ ജോയിൻ ചെയ്ത സമയം മുതൽ ദേവസേനയ്ക്ക് ചുറ്റും എപ്പോഴും ഫ്രണ്ട്സിന്റെ ഒരു കൂട്ടം ഉണ്ടാവുമെന്ന് മദർ പറയാറുണ്ടായിരുന്നു. എന്നാൽ ഈയിടെയായി ദേവസേനയുടെ ഒപ്പം ഒരു ഫ്രണ്ട്സും ഉണ്ടാവാറില്ല അത്രേ. അതെന്താ? ദേവസേന കൂടെ പഠിക്കുന്ന കുട്ടികളുടെ കൂടെ ഇപ്പൊ കൂട്ടുകൂടാറില്ലേ? കുട്ടികൾ ദേവസേനയോട് കൂട്ടുകൂടാൻ ഭയപ്പെടുന്നത് പോലെ. ദേവസേനയെ കാണുമ്പോൾ തന്നെ ഇപ്പൊ കുട്ടികൾ ഒതുങ്ങി പോവുകയാണ്. നിങ്ങൾ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രമാത്രം മാറ്റം ഉണ്ടാവാൻ അവിടെ എന്താ സംഭവിച്ചത് മദർ? എന്താ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതെന്ന് ഞങ്ങൾ കുട്ടികളോട് ചോദിച്ചപ്പോൾ ദേവസേന എപ്പോഴും തനിയെ സംസാരിക്കുന്നത് കൊണ്ട് അവളോട് സംസാരിക്കാൻ പേടിയാകുന്നെന്നാ കുട്ടികൾ പറഞ്ഞത്. അതിനുശേഷം
ദേവസേനയുടെ മാറ്റത്തിന് കാരണം ഞാൻ വാച്ച് ചെയ്യാൻ ആരംഭിച്ചു. എന്താ അമ്മ ഇത്? PT പീരീഡ് എല്ലാരും കളിക്കുന്ന ടൈമല്ലേ, ഞാൻ മാത്രം അമ്മയുടെ കൂടെ ഇവിടെ ഇരിക്കുക. നീ കളിക്കാൻ പോയി താഴെ വീണ് കയ്യും കാലും പൊട്ടുന്നുകൊണ്ടല്ലേ മോളെ? അത് മാത്രമല്ല, രാത്രിയിൽ ഉറക്കത്തിൽ നീട്ടിട്ട് എനിക്ക് വേദനിക്കുന്നെന്ന് പറയുകയും ചെയ്യും. അതുകൊണ്ടല്ലേ അമ്മ മോളെ വിടാത്തത്. മോള് കരയുന്നത് കാണുമ്പോ അമ്മയ്ക്കത് സഹിക്കില്ല. അതുകൊണ്ട് അമ്മ PT പീരീഡിൽ വന്ന് എല്ലാവരുടെയും കൂടെ മോളെ കളിക്കാൻ വിടാത്തത്. അമ്മ PT പീരീഡിൽ മാത്രമാണോ വന്ന് നോക്കുന്നേ? സയൻസ് ക്ലാസ്സിൽ ഉറങ്ങിയ തലയ്ക്കൊരു കൊട്ടും തന്നെ എന്നെ എണീപ്പിക്കും. മാത്സ് ക്ലാസ്സിൽ ഒന്നും മനസ്സിലാവാതെ ഞാൻ തലവേദനിച്ചിരിക്കുമ്പോ എന്റെ നെറ്റിയിലമ്മ വന്ന് തൈലം തേച്ചു തരും. സോഷ്യൽ സ്റ്റഡീസിന്റെ ക്ലാസ്സില് ഒന്നും മനസ്സിലാവാതെ നഖം കടിച്ചിരിക്കുമ്പോ അവിടെ വന്ന് എന്റെ കൈ അമ്മ എടുത്ത് മാറ്റും. ഞാൻ ലഞ്ച് കഴിക്കണ നേരത്ത് അമ്മ തന്നെയല്ലേ കൈ അഴിയിപ്പിക്കാറ്. ഇംഗ്ലീഷ് ബുക്ക് ബോറടിക്കണമെന്നും പറഞ്ഞ് അടച്ചു വെച്ചാ അപ്പോഴും വന്ന് തലേ കൊട്ടും. ഈ അമ്മയെ കൊണ്ട് ഞാൻ തോറ്റു.